ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. തിരുവനന്തപുരത്ത് വെച്ചാണ് SIT തലവൻ SP ശശിധരന്റെ നേതൃത്വത്തിൽ പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നത്. സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാർ നടത്തിയ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാൻ പത്മകുമാർ നിർബന്ധിച്ചതായി ദേവസ്വം ജീവനക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകിയ ഡാന് അറസ്റ്റ് ഇന്നുണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. രാവിലെ 10:30-ക്കാണ് പോലീസ് ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷിന്റെ ഓഫീസിൽ എ പത്മകുമാറിനെ 2019 ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. നേരത്തെ കഴിഞ്ഞയാഴ്ച നോട്ടീസ് നൽകിയിരുന്നു ഹാജരാകാൻ ആവശ്യപ്പെട്ട്, പക്ഷേ സാവകാശം തേടുകയായിരുന്നു പത്മകുമാർ. അതിനുശേഷം വീണ്ടും സമയപരിധി അവസാനിച്ചതോടെ വീണ്ടും നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യലിന് വേണ്ടി ഇന്ന് രാവിലെ പോലീസ് ആസ്ഥാനത്ത് ഹാജരായിരിക്കുന്നത്. ഇവിടെ വിശദമായ ചോദ്യം ചെയ്യലാണ് പുരോഗമിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം, ആ ബന്ധത്തിന്റെ അടിസ്ഥാനം എന്ത്, ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ ഒരു സ്പോൺസർ എന്നത് വെളിവെക്കുന്ന തെളിവുകളടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന് പിന്നീട് പരിശോധനയിൽ ലഭിക്കുകയും ചെയ്തിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളിൽ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എന്തായിരുന്നു, അതോടൊപ്പം ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള നിർദ്ദേശം നൽകിയത് ഇതിലുള്ള തട്ടിപ്പിനെ കുറിച്ച് കൃത്യമായ അറിവോടെ തന്നെയായിരുന്നു. അങ്ങനെ അറിവുണ്ടായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ അത് കൃത്യമായി മറ്റാരുടെയെങ്കിലും ലാഭത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് കൃത്യമായി ഉത്തരം തേടുന്നത്. അതോടൊപ്പം ഈ സ്വർണം ഉരുക്കി വിറ്റതിലൂടെ ലഭിച്ച സാമ്പത്തിക നേട്ടത്തിന്റെ ഒരു വിഹിതം പത്മകുമാറിന് ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന നടക്കുന്നുണ്ട്. നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് അന്വേഷണം കടക്കുകയാണ്. മൂന്നാമത്തെ ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ നിർണായകമായ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ചോദ്യം ചെയ്ത് വിട്ടയക്കാനുള്ള സാധ്യതയാണ് കൂടുതലെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതല്ല, കടുത്ത നീക്കങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുണ്ടാകാം. മറിച്ച് സംഭവിക്കാനാണ് സാധ്യത. കാരണം N. വാസുവിനെയും ആദ്യം ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയായിരുന്നു. പിന്നീടാണ് കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം വസതിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. പത്മകുമാറിന്റെ കാര്യത്തിലും പ്രാഥമികമായ ചോദ്യം ചെയ്യൽ മാത്രമാണ് ഇന്ന് നടക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നൽകുന്ന വിവരം. എന്തായാലും ഒരുപക്ഷെ ചോദ്യം ചെയ്യൽ വീണ്ടും നീണ്ടേക്കാം, മണിക്കൂറുകൾ നീളാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ശരി. തിരുവനന്തപുരം വെഞ്ഞാറമൂട് UAPA കേസിൽ അന്വേഷണം തുടങ്ങി NIA. കൊച്ചി യൂണിറ്റിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട 15-കാരന്റെ അമ്മയും സുഹൃത്തും നാടുവിട്ടതായാണ് സംശയം. കുട്ടിയെ IS-ൽ ചേരാൻ പ്രേരിപ്പിച്ച രണ്ടാനച്ഛൻ അൻസാർ കനകമല IS റിക്രൂട്ട്മെന്റ് കേസിലെ പ്രതി സിദ്ദിഖിന്റെ സഹോദരനാണ്. വെഞ്ഞാറമൂട് UAPA കേസിൽ റൂറൽ SP സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയ റിപ്പോർട്ടിന്മേൽ സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിന് കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കാൻ NIA-യോട് ആവശ്യപ്പെടണമെന്ന റിപ്പോർട്ട് ഇവിടെ നിന്ന് കൈമാറുന്നതിന് മുമ്പ് തന്നെ NIA കേസുമായി ബന്ധപ്പെട്ട സമാന്തര അന്വേഷണം ആരംഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് NIA-യുടെ കൊച്ചി യൂണിറ്റ് കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, വെഞ്ഞാറമൂടിലേത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നൊരു വിലയിരുത്തലിലാണ് ദേശീയ അന്വേഷണ ഏജൻസി. മാത്രവുമല്ല, ഈ കേസിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നത് ഈ 15 വയസ്സുകാരനെ IS-ലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ച കുട്ടിയുടെ രണ്ടാനച്ഛന്റെ സഹോദരൻ കനകമല IS റിക്രൂട്ട്മെന്റ് കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള സിദ്ദിഖാണ് എന്ന കാര്യം NIA സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കനകമല IS റിക്രൂട്ട്മെന്റ് കേസിൽ ഉൾപ്പെട്ട അതുമായി ബന്ധപ്പെട്ട സംശയനിഴലിലായിരുന്ന മുഴുവൻ ആളുകളുടെ മേലും ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ദേശീയ അന്വേഷണ ഏജൻസിക്ക് പുറമെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തുന്നുണ്ട്. സംസ്ഥാന പോലീസിന് പ്രാഥമികമായ അന്വേഷണം നടത്തി കേസിന്റെ നിജസ്ഥിതി ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് കേസിൽ UAPA ചുമത്തുന്ന സാഹചര്യമുണ്ടായത്. കുട്ടി നൽകിയ മൊഴിയിലെ കാര്യങ്ങൾ വസ്തുതാപരമാണ് എന്ന് കണ്ടെത്തിയത് ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിലായിരുന്നു. തുടർന്നാണ് കേസിൽ UAPA ചുമത്തിയത്. എന്തായാലും ഇതിലെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് മറ്റ് നടപടിക്രമങ്ങൾക്ക് വേണ്ടി കാത്തുനിൽക്കാതെ NIA-യുടെ കൊച്ചി യൂണിറ്റ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. പക്ഷേ FIR ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് വിവരം. പ്രാഥമികമായ വിവരശേഖരണത്തിന് ശേഷം മാത്രമേ NIA ഇതിൽ FIR രജിസ്റ്റർ ചെയ്യുകയുള്ളൂ. എന്തായാലും ഈ കേസിന്റെ
മറ്റ് സാധ്യതകൾ തേടിയാണ് അന്വേഷണം മറ്റ് ഇടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്ന ഒരു നീക്കം NIAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കനകമല IS റിക്രൂട്ട്മെന്റ് കേസുമായി ബന്ധമുള്ള സിദ്ദിഖ് ഉൾപ്പെടെയുള്ള സംഘം എങ്ങനെ ഈ വെഞ്ഞാറമൂട് കേസിലെ ഈ 15 വയസ്സുകാരനെ ISലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചുവെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനയാണ് NIA ആരംഭിച്ചിരിക്കുന്നത്. മാത്രവുമല്ല ഈ വെമ്പായം കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിരുന്നോ എന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു പരിശോധനയും NIA പോലീസിന്റെ സഹകരണത്തോടെ നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഈ വെമ്പായം സ്വദേശിയായ ഈ അൻസാറിനെ കേന്ദ്രീകരിച്ചാണ്, ഈ കുട്ടിയുടെ രണ്ടാനച്ഛനായ അൻസാറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. നിലവിൽ കുട്ടിയുടെ രണ്ടാനച്ഛനും അമ്മയും എവിടെയാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണമില്ല. ഇവർ ഒരുപക്ഷെ പുറത്തേക്ക് കടന്നിട്ടുണ്ടായിരിക്കാം എന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അങ്ങനെയെങ്കിൽ ഉടൻ ഇവരെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും NIAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് സൂചന.